പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് അനുവദിച്ചതിനെ ഓർത്ത് പ്രത്യേകം യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച കാലം നെടുമ്പാശ്ശേരിയിലെ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ വന്നിരുന്നു. പക്ഷേ ക്ലാസ് ഇടാൻ വേണ്ടി തുടങ്ങുമ്പോൾ കറണ്ട് ഇല്ലാതെ പോയതുകൊണ്ട് ക്ലാസ് ഇടാൻ പറ്റില്ല. ഇന്ന് വീണ്ടും ക്ലാസ് ഇടുകയാണ്. ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട ചില്ലറ ചെറിയ കാര്യങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എപ്പോഴാണ് കറണ്ട് പോകുന്നത് പറയാൻ പറ്റില്ല. കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് ഞാനൊരു 6 മാസങ്ങൾക്കപ്പുറം, പ്രത്യേകിച്ചും കഴിഞ്ഞ വേനൽക്കാല കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ കൊല്ലം കേരളത്തിൽ വർഷക്കാലം വളരെ ഗുരുതരമായിരിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ വരനായിട്ട് ഒരുങ്ങുകയും ചെയ്യണമെന്നൊക്കെ ഞാൻ ഓർപ്പിച്ചിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ കേരളത്തിൽ വളരെയേറെ ഗുരുതരമായ കാലാവസ്ഥയിൽ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ വളരെ വ്യക്തമായ പ്രാർത്ഥനയുടെ ഒരു മോഡൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥിക്കുന്ന ഭവനത്തെ കർത്താവ് പ്രത്യേകം സംരക്ഷിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തെ മൊത്തമായിട്ട് എടുത്താൽ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയുമുള്ള ഭവനങ്ങൾ വളരെ കുറവാണ്. രാവിലെ ഒരു വിശുദ്ധ ബലി ജപാലത്തിൽ നടക്കും. അത് പ്രാർത്ഥിക്കുന്ന ഭാഗം അതോടെ കഴിയുമെന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷെ അത് വളരെ തെറ്റാണ്. നമ്മുടെ ഭവനമാണ് ആദ്യമായിട്ട് ദേവാലയമാക്കി മാറ്റേണ്ടത്. അത് നമ്മുടെ ഭവനങ്ങളിൽ ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനകളും ജമാല പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും കാലാവസ്ഥ വളരെ രൗദ്രഭാവം സ്വീകരിച്ച്, കാലാവസ്ഥ വളരെ മോശമായിട്ട്, വളരെയേറെ മണ്ണിടിച്ചിലുകളും വളരെ വലിയ വെള്ളപ്പൊക്കവും ആളുകളുടെ മരണവും ഒക്കെ നമ്മൾ കാണുകയാണ്. ഒരുപാട് ഇന്നലെ വരെ ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ധാരാളം വീടുകൾ തകരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നു. പല കച്ചവട സ്ഥാനങ്ങളിൽ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മുന്നോട്ട് പോകുന്തോറും സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധം കൂടുതൽ കൂടി വരികയുള്ളൂ. ഒരു കാര്യമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കം നമ്മൾ കണ്ടതാണ്. വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത്. അത് കണ്ടിട്ട് എങ്കിലും ദൈവത്തോട് അടുത്തവരും വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടവരും എത്ര പേരുണ്ടാവും? അതോർത്തെങ്കിലും വിശ്വാസത്തെയും വിശുദ്ധിയും വർദ്ധിപ്പിക്കുകയോ ഊട്ടി ഉറപ്പിക്കുകയോ ചെയ്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ജാഗ്രതയോടെ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കവും അതിൻ്റെ കാര്യങ്ങളുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. മറ്റൊരു വാർത്തയെ സംബന്ധിച്ച് പറയുന്നത്, നമ്മൾ കണ്ടു സ്പെയിൻ എന്ന രാജ്യത്തിലേക്ക് പല രീതി പറഞ്ഞ 50,000 ആളുകളോളം വരുന്ന ആളുകൾ, അത് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് അങ്ങോട്ട് ഒത്തിരി ആളുകൾ ഇരച്ചു കയറിയതായിട്ട് നമ്മൾ വാർത്തയെ കാണുകയുണ്ടായി. എന്താണ് അത് നമ്മളെ സൂചിപ്പിക്കുന്നത്? നമ്മളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സർവശക്തനായ ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയണമെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ ഈ സാഹചര്യത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. അതിപ്രകാരമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിലാണ് കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളെക്കാൾ വേഗതയുണ്ട്. അവയ്ക്ക് ഇര തേടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട്. ഇപ്പം ലാസ്റ്റ് വായിച്ച വചനം അത് അടുത്ത കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ളതാണ്. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഇത് ഒരു മോഡലാണ് പ്രിയപ്പെട്ടവരെ, ഒരു ടെസ്റ്റ് ഡോസാണിത്. ഇത് ലോകം മുഴുവനും തങ്ങളുടേതല്ലാത്ത വസതികൾ അവർ സ്വന്തമാക്കുന്ന വലിയ ഭയാനകത. 2028 കാലഘട്ടങ്ങളിൽ വലിയ ദുരന്തങ്ങൾ, ഇതിനെപ്പറ്റി ദുരന്തം എന്നല്ല പറയുക, ഭയാനകത എന്നാണ് പറയാനുള്ളത്. നമ്മുടെ സ്വന്തമായ ഭവനങ്ങൾ മറ്റൊരാൾ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്നെല്ലാം സംരക്ഷണം കിട്ടാൻ, അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ, അതിൽ നിന്നെല്ലാം ദൈവിക പരിവേഷം അണിയുന്ന വീടുകൾക്ക് മാത്രമേ സംരക്ഷണം കിട്ടുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും ഇല്ലാത്ത ഭവനങ്ങൾ, രാജ്യങ്ങൾ പോലും ആക്രമിക്കപ്പെടുമ്പോൾ, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സാധാരണ ജനങ്ങളുടെയും നിസ്സഹായരുടെയും അവസ്ഥ എത്ര ഭയാനകമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാൻ ഓർപ്പിക്കാൻ മാത്രമാണ് വരുന്നത്. വിശദവിവരങ്ങളിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എറണാകുളമല്ല, നെടുമ്പാശ്ശേരി ധ്യാനം
വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദൈവം അനുഗ്രഹമാക്കി മാറ്റി. അതിനാൽ ഈ മാസം അവസാനത്തെ ഓണത്തിൻ്റെ ആഴ്ചയിൽ 2 ദിവസത്തെ 3 ദിവസത്തെ ധ്യാനം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. 2-3 ദിവസത്തെ കാലാവസ്ഥയെ ആശ്രയിച്ചായിരിക്കും ക്രമീകരിക്കുക. അതിന് ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നമ്മുടെ ധ്യാനത്തിൻ്റെ കാലഘട്ടം അധികമില്ല. ലോകം യുദ്ധത്തിലേക്ക് വഴിമാറ്റപ്പെടുന്നു. ലോകരാഷ്ട്രങ്ങൾ ഭയാനകമായ സംഭവങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ഗൾഫ് മേഖല അശാന്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. യുദ്ധം മറ്റ് പലതരങ്ങളിലേക്ക് വകമാറുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജോലി അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ദൈവം യേശു ക്രിസ്തു അടിച്ചു പുറത്താക്കിയത് 1 കാള, 2 ആട്, 3 പ്രാവ്. 4-മത്തെ കാര്യം പറയാൻ സമയം കിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ. അതെല്ലാം ആ അടിസ്ഥാന ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, കുടുംബത്തിൻ്റെ അത്യന്താപേക്ഷിതമായ സംഭവങ്ങളാണ്. 1 കാളവയൽ സമ്പത്ത്, 2 നമ്മുടെ സഭാ സമൂഹം, 3 പ്രാവ് അഥവാ പരിശുദ്ധാത്മാവ്. പ്രാവെന്ന് പറയുന്നത് പ്രാർത്ഥനകൾ. ഇതിനെല്ലാം വലിയ ക്ഷതമേൽക്കുകയും ക്രമേണ ഇല്ലാതാവുകയും ചെയ്യുന്ന പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതനുസരിച്ച് ഇപ്പോൾ മുതൽ ഞാൻ എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ഒരുക്കി ക്രമീകരിച്ച് വെച്ചില്ല എങ്കിൽ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നല്ല വരാനിരിക്കുന്ന സംഭവങ്ങൾ. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് തരാം. കാലാവസ്ഥ അല്പം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ മലമ്പ്രദേശങ്ങളായതുകൊണ്ട് കാറ്റും കറണ്ടിൻ്റെ പോക്കും എപ്പോഴും പെട്ടെന്ന് സംഭവിക്കും. അരമണിക്കൂർ കറണ്ട് വന്നാൽ 1 മണിക്കൂർ കറണ്ട് ഇല്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് പതിവാണ്. അതുകൊണ്ട് ക്ലാസ് ചിലപ്പോൾ നീണ്ടുപോയേക്കാം. കിട്ടുന്ന അവസരം ഉപയോഗിച്ച് നീളം കുറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇടുകയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ഊന്നി പറയുകയാണ്. അതിനുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും പൊതിഞ്ഞ് സംരക്ഷിക്കുമാറാട്ടെ. ധ്യാനം കൂടി നിങ്ങൾ പ്രത്യേക രീതിയിൽ ഒരുങ്ങുക. ആ രീതിയിൽ ഒരുങ്ങുന്നവർക്ക് മാത്രമേ സംരക്ഷണം കിട്ടുള്ളൂ എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്നും യേശുവിൻ്റെ വരവുണ്ടോ, അതിൻ്റെ ഡേറ്റ് ഉണ്ടോ, അത് എങ്ങോട്ടാണ്, എപ്പോഴാണ് യേശു വരുന്നത്, എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഏത് സ്വർഗം, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. ഏത് പാതാളം, അങ്ങനെ സംഭവം ഉണ്ടോ, ഇതൊക്കെ ഒത്തിരി സംശയാസ്പദമായി ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും. എന്നാൽ വളരെ വളരെ വ്യക്തമായി എന്താണ് സ്വർഗം, എന്താണ് പാതാളം, എന്നാണത് സംജാതമാകുന്നത് എന്നൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരുക്കത്തിൻ്റെ പ്രത്യേക ധ്യാന ക്ലാസ്സുകളും നിങ്ങൾക്ക് തരികയാണ്. അതിനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശു ക്രിസ്തുവിനെ വരാനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ കൂടെ നമുക്ക് കടന്നു പോകാം. ബാക്കിയുള്ള ഡേറ്റുകൾ കാര്യങ്ങളായിരിക്കുന്നതായിരിക്കും. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.